प्यारे बच्चों, आदाब। छठी जमात के ऑनलाइन सपोर्टिंग क्लास के लिए तमाम बच्चों को खैर मकदम। प्यारे बच्चों, पिछले क्लास में हमने दूध की तरह नामे एक सबक पढ़ा, उसकी सरगर्मियाँ किया, लेकिन चंद बच्चे वो सरगर्मियाँ अभी तक नहीं भेज दिया। वो बच्चे जल्दी से जल्दी वो सरगर्मियाँ पूरा करके हमारे വാട്സപ്പ് ഗ്രൂപ്പ് में भेज देना चाहिए. പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ദിവസം ദൂത് കി തര എന്ന പാഠഭാഗം നമ്മൾ പഠിച്ചു. അതുമായി ബന്ധപ്പെട്ട വർക്ക്ഷീറ്റുകളും നിങ്ങൾക്ക് തന്നു. ഏതാനും കുട്ടികൾ കൂടി ആ വർക്ക്ഷീറ്റ് പൂർത്തിയാക്കി അയക്കാനുണ്ട്. വളരെ പെട്ടെന്ന് ആ കുട്ടികൾ ആ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ചു തരണം, മറക്കരുത്. പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് 6ാം ക്ലാസ്സിലെ 4ാമത്തെ പാഠഭാഗം ഇജാസത്ത് ദീജിയെ, അതുമായി ബന്ധപ്പെട്ട ഓൺലൈൻ ക്ലാസ്സിൻ്റെ 2 ലിങ്ക് ഞാൻ അയച്ചു തന്നിരുന്നു. എല്ലാ കുട്ടികളും ആ ക്ലാസ് ശ്രദ്ധിച്ചു കാണും. ആ പാഠഭാഗത്തിൻ്റെ ഒരു സപ്പോർട്ടിംഗ് ക്ലാസ് കൂടി നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നു. എല്ലാ കുട്ടികളും ഈ വോയിസ് കേട്ട് ആ പാഠഭാഗം കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ओके, प्यारे बच्चों, आपके दर्सी किताब लीजिए और देखिए. रात होने लगी, रात्र സമയമായി. खेल ख़त्म करके, खेल കളി ख़त्म करके അവസാനിപ്പിച്ച് അംജദ് अपने घर वापस आया. അംജദ് अपने घर തൻ്റെ വീട്ടിലേക്ക് വാപ്പസ് ആയ തിരിച്ചു വന്നു, മടങ്ങി വന്നു. നഹാ ധോക്കർ, നഹാ ധോന കുളിച്ച് ഫ്രഷ് ആവുക, നഹാന കുളിക്കുക, ധോന വാഷ് കർണ. നഹാ ധോക്കർ കുളിച്ച് ഫ്രഷായിട്ട്, പെഹലെ ആദ്യമായിട്ട് ഖുദാസെ ദുആ മാങ്കി, സൃഷ്ടാവിനോട് പ്രാർത്ഥിച്ചു. നമാസ് പढ़ा, നമസ്കരിച്ചു. और अपना सबक पढ़ने बैठ गया. अपना सबक തൻ്റെ പാഠഭാഗങ്ങൾ പഠനെ बैठ गया, പഠനെ के लिए പഠിക്കാൻ വേണ്ടി बैठ गया ഇരുന്നു. इतने में ഇതിനിടക്ക് अमजद को अपने टीचर की बात याद आ गई. अमजद को, അംജദിന്, अपनी टीचर की बात തൻ്റെ ടീച്ചർ പറഞ്ഞ കാര്യം യാദ് ആ ഗയി, ഓർമ്മ വന്നു. അമ്മി അമ്മി, അമ്മി അമ്മി, एक खास बात है. ഉമ്മ ഉമ്മ, ഒരു പ്രത്യേക കാര്യമുണ്ട്. ക്യാ ബാത്ത് ഹെ ബേട്ടെ, ബേട്ടെ മോനെ, ക്യാ ബാത്ത് ഹെ, എന്താ കാര്യം? അഗലെ ഹഫ്തെ, അടുത്ത ആഴ്ച, ഹമാരെ സ്കൂൾ സെ, ഞങ്ങളുടെ സ്കൂളിൽ നിന്ന്, താലിമി സഫർ ജാ രഹേ ഹെ, ഒരു പഠനയാത്ര പോകുന്നു. ക്യാ, എന്താ? മേം ഭി ജാവോ, ഞാനും പോകട്ടെ? ഹാ, അതെ, ജരൂർ ബേട്ടെ, തീർച്ചയായിട്ടും മോനെ, നീ പൊയ്ക്കോ. ഖത്ത് ലിഖ്കർ, കത്ത് എഴുതിയിട്ട്, അബ്ബാസെ, തുമാരെ അബ്ബാസെ, നിന്റെ ഉപ്പയോട്, ഇജാസത്ത് മാങ്കിലോ, അനുമതി ആവശ്യപ്പെട്ടാലും, അനുവാദം ആവശ്യപ്പെട്ടാലും. ഇജാസത്ത് മാങ്കിന, അനുവാദം ആവശ്യപ്പെടുക, അനുമതി ആവശ്യപ്പെടുക. അംജദ് അബ്ബാക്കിയ നാം ഖത്ത് ലിഖനെ ലഗ. അംജദ് തൻ്റെ ഉപ്പയുടെ പേരിൽ ഖത്ത് ലിഖനെ ലഗ, കത്ത് എഴുതാൻ തുടങ്ങി. ഇജാസത്ത് ദീജിയേ, അനുമതി നൽകിയാലും. കാസർഗോഡ്, 2 ജൂലൈ 2015. प्यारे अब्बाजान आदाब.
उम्मीद है कि आप खैर व आफियत से होंगे। हम सब यहाँ ठीक है। मेरी पढ़ाई भी अच्छी चल रही है। अगले हफ्ते हमारी जमात के सभी साथी स्कूल से तालीमी सफ़र पर मैसूर जा रहे हैं। मैं भी उनके साथ जाना चाहता हूँ। उसके लिए आपकी इजाज़त चाहता हूँ। आपका प्यारा बेटा അംജദ്. പ്രിയപ്പെട്ട കുട്ടികളെ, അംജദ് തൻ്റെ ഉപ്പയുടെ പേരിൽ എഴുതിയ കത്താണ് ഇവിടെ ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. നിങ്ങളും ഇതുപോലെ നന്നായിട്ട് വായിക്കാൻ പഠിക്കണം. വായിച്ച് ഓഡിയോ ക്ലിപ്പ്, വോയിസ് ക്ലിപ്പ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ചു തരണം. ഓക്കെ. ഇനി നമുക്ക് ഈ കത്ത് ഒന്നുകൂടി വായിക്കാം. കാസർഗോഡ് 2 ജൂലൈ 2015. പ്യാരെ അബ്ബാജാൻ ആദാബ്. പ്രിയപ്പെട്ട ഉപ്പ, നമസ്കാരം. ഉമ്മീദ് ഹേ കെ, പ്രതീക്ഷിക്കുന്നു, ആപ്, താങ്കൾ, ഖൈർ വ ആഫിയത്ത് സെ ഹോങ്കെ, ഖൈർ വ ആഫിയത്ത്, സുഖം, ആപ് ഖൈർ വ ആഫിയത്ത് സെ ഹോങ്കെ, നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹം സബ്, ഞങ്ങളെല്ലാവരും, യഹാം ഠീക് ഹേ, ഞങ്ങളെല്ലാവരും ഇവിടെ സുഖമായിട്ട് ഇരിക്കുന്നു. മേരി, എൻ്റെ, പഠായി ഭി, പഠനവും, മേരി പഠായി ഭി, എൻ്റെ പഠനവും, അച്ചി ചൽ രഹി ഹേ, നല്ല പോലെ നടക്കുന്നു. അകലെ ഹഫ്തെ, അടുത്ത ആഴ്ച, ഹമാരി ജമാഅത്ത് കെ, ഞങ്ങളുടെ ക്ലാസ്സിലെ, സഭി സാത്തി, എല്ലാ കൂട്ടുകാരും, സാത്തി ദോസ്ത്, സഭി സാത്തി, എല്ലാ കൂട്ടുകാരും, സ്കൂളിൽ നിന്ന്, താലിമി സഫർ പർ, പഠനയാത്രയായിട്ട്, മൈസൂർ ജാ രഹേ ഹേ, മൈസൂരിലേക്ക് പോകുന്നു. മേം ഭി, ഞാനും, ഉൻകെ സാത്ത്, അവരോടൊപ്പം, ജാനാ ചാഹ്താ ഹൂം, പോകാൻ ആഗ്രഹിക്കുന്നു. ഉസ്കെ ലിയെ, അതിനു വേണ്ടി, ആപ്കി, താങ്കളുടെ, ഇജാസത്ത് ചാഹ്താ ഹൂം, അനുമതി ആഗ്രഹിക്കുന്നു. ആപ്ക പ്യാരാ ബേട്ട, താങ്കളുടെ പ്രിയപ്പെട്ട മോൻ അംജദ്. बच्चों, मैं आपसे चंद सवालात पूछना चाहता हूँ. देखिए, आप उसका जवाब देने के लिए तैयार हैं? ठीक है. ये खत कहाँ से लिखा? हाँ, कासरगोड से. अगला सवाल, ये खत किस तारीख पर लिखा? ഈ കത്ത് ഏത് ഡേറ്റിലാണ് എഴുതിയത്? ഹാ, 2 ജൂലൈ 2015, 2015 ജൂലൈ 2. ये खत किसके नाम पर लिखा? ഈ കത്ത് ആരുടെ പേരിൽ എഴുതിയതാണ്? ഈ കത്ത് ആരുടെ പേരിൽ എഴുതിയതാണ്? बताइए. हाँ, അംജദ് കെ അബ്ബാജാൻ കെ നാം, അംജദിൻ്റെ ഉപ്പയുടെ പേരിൽ എഴുതിയതാണ് അല്ലേ? അഗല സവാൽ, ये खत किसने लिखा? ഈ കത്ത് ആരാ എഴുതിയത്? हाँ, अमजद. ठीक है बच्चों. अगला सवाल, ये खत से അംജദ് अपने अब्बा से क्या क्या मांगता है? ഈ കത്തിലൂടെ അംജദ് തൻ്റെ ഉപ്പയോട് എന്താണ് ആവശ്യപ്പെടുന്നത്? बताइए. हाँ, अगले हफ्ते
हमारी जमात के सभी साथी स्कूल से താലീമി സഫർ पर മൈസൂർ जा रहे हैं. അടുത്ത ആഴ്ച ഞങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാരും സ്കൂളിൽ നിന്ന് ഒരു പഠനയാത്ര എങ്ങോട്ടാ? മൈസൂരിലേക്ക് പോകുന്നു അല്ലേ? मैं भी उनके साथ जाना चाहता हूँ. ഞാനും അവരോടൊപ്പം പോകാൻ ആഗ്രഹിക്കുന്നു. उसके लिए आपकी इजाज़त चाहता हूँ. ആ പഠനയാത്ര പോകാൻ വേണ്ടി, ആ പഠനയാത്രയ്ക്ക് ആപ്കി ഇജാസത്ത് ചാഹത്താ ഹൂം, നിങ്ങളുടെ അനുമതി ആഗ്രഹിക്കുന്നു. ठीक है. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ പാഠഭാഗം നന്നായിട്ട് വായിക്കുക, മനസ്സിലാക്കുക. ഇതുമായി ബന്ധപ്പെട്ട വർക്ക്ഷീറ്റ് അടുത്ത ദിവസം തന്നെ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലേക്ക് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ. ഇതോടെ ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ഖുദാ ഹാഫിസ്.